ധനഹാകാലം 4-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 2, 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കാരുണ്യവും കരുതലും ഉളവാക്കുന്ന ദൈവീകത. സമയം ആരെയും ഒന്നിനെയും കാത്തു നിൽക്കുന്നില്ല എന്നത് നമ്മുടെ ഇടയിൽ പറഞ്ഞു പതിഞ്ഞിട്ടുള്ള ഒരു സത്യം. ആ സത്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ളൊരു ചിന്തയാണ് ഇന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്നാൽ സമയത്തിന് ഒരു വ്യക്തിയെ കാത്തു നിൽക്കാൻ ഇടവരേണ്ട ഒരു സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പ്രതിപാദ്യ വിഷയം. ആ വ്യക്തി യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു സമയത്തിന് കാത്തു നിൽക്കുന്നതിന് പകരം സമയം യേശുക്രിസ്തുവിനെ കാത്തു നിൽക്കാൻ ഇടവരുന്ന ഒരു സംഭവം. ആ സംഭവത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇന്ന്. നാട്ടിലെ ഒരു വീട്, ആ വീട്ടിൽ ഒരു വിവാഹ സൽക്കാരം നടക്കുകയാണ്. അയൽവക്കവും അല്പം ബന്ധുത്വവും കൂടിയുള്ളതുകൊണ്ട് യേശുവിന്റെ കുടുംബാംഗങ്ങളെ മുഴുവനും ആ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. യേശുവും യേശുവിന്റെ അമ്മയും യേശുവിന്റെ ശിഷ്യന്മാരും മറ്റു ബന്ധുക്കളും ഒക്കെ കല്യാണത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ആ നാട്ടിലെ അക്കാലത്തെ പതിവനുസരിച്ച് കല്യാണ വിരുന്നിൽ വിളമ്പേണ്ട പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് വീഞ്ഞ്. വീഞ്ഞ് ഔചാരിതമായിട്ട് തീർന്നുപോയി. ഈ അവസരത്തിൽ വീട്ടുടമസ്ഥനുണ്ടാകാവുന്ന അപമാനം അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും. ഈ അപമാനത്തിന്റെ ഭാരം കണ്ടറിഞ്ഞ് കരുണയോടുകൂടെ കരുതലോടുകൂടെ യേശുവിന്റെ അമ്മ ഈ വിഷയം യേശുവിന്റെ അടുത്തേക്ക് എത്തിക്കുന്നു. യേശു അത് കേട്ടതിനു ശേഷം അമ്മയോട് ഉത്തരമായിട്ട് പറയുന്നു, എന്റെ സമയം ആയിട്ടില്ല, ഞാൻ ഇതിൽ ഇടപെട്ട് പ്രവർത്തിക്കേണ്ട സമയം വന്നിട്ടില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം യേശു പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്റെ സമയം ഇനിയും വന്നിട്ടില്ല എന്ന് പറഞ്ഞ യേശു അടുത്ത നിമിഷത്തിൽ തന്നെ ആ സാഹചര്യത്തെ മറികടക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ യേശു പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു. സമയത്തിന് കാത്തു നിൽക്കുന്നില്ല യേശു. സമയം വന്നിട്ടില്ല എന്ന് പറഞ്ഞ യേശു സമയത്തിന് കാത്തു നിൽക്കാതെ തന്നെ കാത്തു നിൽക്കാൻ സമയത്തിനെ പ്രേരിപ്പിക്കുകയാണ്. ഇതാണ് ചിന്താവിഷയം. എന്തുകൊണ്ടായിരിക്കാം യേശു സമയത്തെപ്പറ്റി ഇത്രയേറെ അവബോധമുള്ളൊരു വ്യക്തി സുവിശേഷത്തിൽ മറ്റ് പരാമർശം നമ്മൾ കാണുന്നില്ല? മനുഷ്യപുത്രൻ മഹത്വീകരിക്കപ്പെടുവാനുള്ള സമയമായി, എല്ലാം പൂർത്തിയായിരിക്കുന്നു സമയമായി എന്നൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ പറയുന്ന ഈ മനുഷ്യപുത്രൻ ഇവിടെ വ്യക്തമായ രീതിയിൽ പറയുന്നു സമയമായിട്ടില്ല. അടുത്ത നിമിഷത്തിൽ തന്നെ സമയമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. എന്റെ ഉള്ളിൽ വരുന്ന ചിന്ത ഇതാണ്, സമയമായിട്ടില്ല എന്ന് പറഞ്ഞ മനുഷ്യപുത്രൻ സമയമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഇടവരുത്തിയത് ആ മനുഷ്യപുത്രന്റെ അമ്മയുടെ കരുണയോടും കരുതലോടും കൂടിയുള്ള പ്രവർത്തനമായിരിക്കും. മനുഷ്യരുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കി ആ സ്ഥിതിയെ യഥാർത്ഥത്തിൽ സന്തോഷമായിട്ട് മാറ്റാൻ വേണ്ടിയുള്ള കരുതല്, കരുണ, ആർജവത്വം, ആ ആർജവത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി അമ്മയുടെ ഭാഗത്തു നിന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം സമയത്തെ കാത്തു നിർത്തിക്കൊണ്ട് മനുഷ്യപുത്രൻ പ്രവർത്തിക്കാൻ ഇടവരുന്നത്. ഇത് ഇവിടെ മാത്രമല്ല. ഈ മനുഷ്യപുത്രൻ അമ്മയുടെ ഉദരത്തിലായിരുന്ന അവസരത്തില് യൂദയാ പ്രദേശത്ത് താമസിക്കുന്ന ഇളയമയെ കാണാൻ വേണ്ടി ഒട്ടുക്കത്തിൽ പോകുന്നു. ആ പോകുന്ന ആ സമയം യേശുവിന്റെ അമ്മയ്ക്കും അത്ര വിശേഷമായിട്ടുള്ള സാഹചര്യമല്ല, അത്ര നീണ്ടൊരു യാത്രയ്ക്ക് പറ്റിയ ഒരു സാഹചര്യമല്ല. എങ്കിലും ഇളയമ്മയുടെ ആവശ്യം മനസ്സിലാക്കി ഇളയമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി തന്നെ കരുണയോടും കരുതലോടും കൂടെ ഹൃദയത്തിന്റെ നാർമല്യത്തോടു കൂടെ ഇളയമ്മയ്ക്ക് നന്ദി ഉണ്ടാകണമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ആ പ്രതീക്ഷ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഈ അമ്മ ഉയർന്ന മലമ്പ്രദേശത്തേക്ക് തിടുക്കത്തിൽ പോവുകയാണ്. അന്ന് മകൻ ഉദരത്തില. ഈ അമ്മയുടെ സാന്നിധ്യം കണ്ട ഉടനെ തന്നെ അവിടെ ആകെ ഒരു ദൈവീക മയമായിട്ട് തീരുക. എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്നിരുന്ന ശിശു പോലും അതനുഭവിക്കാൻ ഇടവരുന്നു. അങ്ങനെയാണ് യോഹന്നാൻ മാംദാന ഉത്ഭവഭാവ വിമുക്തനായിട്ട് തീരുന്നത് എന്നാണ് നാം വിശ്വസിക്കുന്നത്. അവിടെ ദൈവത്തിന്റെ അരൂപി പ്രത്യേക രീതിയിൽ സന്നിവേശിപ്പിക്കപ്പെടുന്നു. ദൈവികത
പ്രദാനം ചെയ്യപ്പെടുന്നു. ഇതുപോലെ തന്നെ ഇവിടെയും ഈ കാനായിലെ കല്യാണ വിരുന്നില് കരുതലും കരുണയോടും കൂടിയുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം കണ്ടപ്പോ ദൈവികത വെളിപ്പെടുത്തപ്പെടുകയാണ്. ഇത് കണ്ട് കേട്ട് അനുഭവിച്ച ദൃക്സാക്ഷിയായ യോഹന്നാൻ രേഖപ്പെടുത്തി വച്ചിരിക്കുക സുവിശേഷത്തില്. അവന്റെ ദൈവികത പ്രദർശിപ്പിക്കുന്നതിനു വേണ്ടി, വെളിപ്പെടുത്തുന്നതിനു വേണ്ടി അവൻ പ്രവർത്തിച്ച ആദ്യത്തെ പ്രവൃത്തിയാണിതെന്ന്. അപ്പോ യേശുക്രിസ്തു തന്റെ ദൈവികത വെളിപ്പെടുത്തിയ സാഹചര്യമാണ് കേവലം സാധാരണ ഒരു സംഭവം, ഒരു കുടുംബരംഗത്തിലാണ് യേശു തന്റെ ദൈവികത ആദ്യം വെളിപ്പെടുത്തുന്നത്. സമൂഹത്തിലുണ്ടാകുന്ന വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് തന്റെ ദൈവികത ആദ്യം വെളിപ്പെടുത്തപ്പെടുന്നത്. എന്നിട്ട് അതിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുക അവസാനത്തെ വാചകം വളരെ ശ്രദ്ധാർഹമാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 2 വാക്യം 11. ഇവന്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് അവിടെ കൂടിയിരുന്ന ശിഷ്യന്മാരും കൂട്ടുകാരും അവന്റെ ദൈവികതയിൽ വിശ്വസിച്ചു എന്നാ പറയുന്നത്. ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവനിൽ വിശ്വസിക്കാൻ ഇടവന്നു. അപ്പോ ഹൃദ്യമായിട്ടും കരുതലോടും കാരുണ്യത്തോടും കൂടിയുള്ള പ്രവർത്തനത്തിന്റെ സാന്നിധ്യത്തിലാണ് ദൈവികത പ്രദാനം ചെയ്യാനും ദൈവികത വെളിപ്പെടുത്തപ്പെടാനും ദൈവം തിരുമനസ്സാകുന്നത്. ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കണം ദൈവം ഇന്നും പ്രവർത്തിക്കാൻ ഇടവരിക. എവിടെ, ഏത് വീട്ടിൽ, ഏത് ഭവനത്തില് കരുതലും കാരുണ്യവും ആത്മാർത്ഥതയുമായിട്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എവിടെ പ്രവർത്തനം നിരതമാകുന്നു, ആ ഭവനത്തിലെ, ആ സമൂഹത്തിലെ ദൈവികത അനുഭവം ഉണ്ടാകും. ഇതാണ് സത്യം. ഈ അവസരത്തിൽ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ഭാവന ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. പഴയ ഒരു ഇടത്തരം വീട്, പടിയും പടിപ്പരയൊക്കെ ഉണ്ട് ആ വീട്ടിന്. പടിയും പടിപ്പരയൊക്കെയുള്ള ആ പഴയ വീട്ടില് ഒരു ദിവസം സായംകാലമായി 3 പേര് ശുഭ്രവസ്ത്രധാരികളായി കണ്ടാൽ മാന്യന്മാരാണെന്ന് തോന്നുന്ന വിധത്തിൽ പടിപ്പുരയിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ സമയത്ത് ആ വീട്ടിൽ വീട്ടമ്മ മാത്രമേ ഉള്ളൂ. 3 പേര് പടിപ്പുരയിൽ ആഗതരായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ വീട്ടമ്മ ഉള്ളിൽ പെട്ടെന്ന് ഒരു പേടി, താൻ മാത്രമല്ലേ ഉള്ളൂ വീട്ടിലെ, ഉച്ച കഴിയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നുണ്ടായ ഒരു പേടി ഉള്ളിൽ ഒതുക്കി ആ വീട്ടമ്മ പടിപ്പുരയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ആ വീട്ടമ്മ കണ്ടത് 3 പേര് വളരെ മാന്യന്മാരായിട്ട് വെള്ള വസ്ത്രങ്ങൾ ഉടുത്തൊരു പേര് പടിപ്പുരയിലുണ്ട്. ഈ വീട്ടമ്മ അവരെ കണ്ടപ്പോ മാന്യന്മാരായിട്ട് തന്നെ തോന്നി. അതുകൊണ്ട് വീട്ടമ്മ പറഞ്ഞു, എന്താ ഇവിടെ നിൽക്കണത്, നമുക്ക് വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കാലോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, പേടി ഉള്ളിലുണ്ട്. എങ്കിലും ആ പേടി ഉള്ളിൽ അടക്കിക്കൊണ്ട് വീട്ടമ്മ ആതിഥ്യ മര്യാദ അനുസരിച്ച് ഈ പടിപ്പുരയിൽ നിൽക്കുന്ന 3 പേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. അതിലൊരുവൻ പറഞ്ഞു, വീട്ടിൽ കുടുംബനാഥനുണ്ടോ? ഇല്ല, അദ്ദേഹം പുറത്തു പോയിരിക്കുക. അപ്പോ ഇവര് പറഞ്ഞു, അദ്ദേഹം വരട്ടെ, ഞങ്ങൾ അതുവരെ ഇവിടെ ഇരിക്കുക, നിങ്ങൾ ഇവിടെ ഉണ്ടാവും. കുടുംബനാഥ വീട്ടിലേക്ക് കയറിപ്പോയി. അല്പം കഴിഞ്ഞപ്പോ കുടുംബനാഥൻ വന്നു. കുടുംബനാഥൻ വന്നത് വീടിന്റെ പുറകിൽ കൂടിയുള്ള വഴി കൂടിയാ, പടിപ്പുര കടന്നല്ല. കുടുംബനാഥൻ വന്ന് ഉടനെ തന്നെ, കുടുംബനാഥ, ഈ 3 പേരിങ്ങനെ വന്നിട്ടുണ്ട്, അവരിപ്പോ അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അവരെ ഞാൻ വീട്ടിന്റെ ഉള്ളിലേക്ക് ക്ഷണിക്കാൻ ഇടവന്നു. പക്ഷെ അവര് പറഞ്ഞു കുടുംബനാഥൻ വരട്ടെ, ചേട്ടൻ വരട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുക. കുടുംബനാഥൻ അത് കേട്ടപ്പോ പറഞ്ഞു, നീ അവരവിടെ ഉണ്ടോന്ന് ചെന്ന് നോക്കി, ഉണ്ടെങ്കിൽ അവരെ വിളിക്ക്. അങ്ങനെ കുടുംബനാഥ വീണ്ടും പടിപ്പുരയുടെ അടുത്തേക്ക് ചെന്നു. അവരവിടെ ഉണ്ട്. ഈ വീട്ടമ്മ പറഞ്ഞു, അദ്ദേഹം വന്നിട്ടുണ്ട്, വീട്ടിലേക്ക് കടക്കാം. അപ്പൊ ഈ 3 പേരിൽ വാക്താവായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ 3 പേരും കൂടിയിട്ട് ഒരു വീട്ടിലേക്ക് പോവാറില്ല, ആരെങ്കിലും ഒരാളെ പോവുള്ളൂ. ഞങ്ങളുടെ പേര്, ഇവന്റെ പേര് ധനം എന്ന, ഇവന്റെ പേര് വിജയം എന്ന, എന്റെ പേര് സ്നേഹം എന്ന. ഇതിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ഷണിക്കാം, ഒരാളെ നിങ്ങൾ പോവുള്ളൂ. 3 പേര് ഒന്നിച്ചു പോവാറില്ല. ആരെയാണ് വീട്ടിന്റെ ഉള്ളിലേക്ക് ക്ഷണിക്കേണ്ടത് എന്ന് നിങ്ങൾ വേണമെങ്കിൽ കുടുംബനാഥനുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഞങ്ങളെ ക്ഷണിച്ചാൽ മതി, ഞങ്ങൾ അതുവരെ ഇവിടെ ഉണ്ടാകും. കുടുംബനാഥ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവര് പറയേണ്ടത് 3 പേര് ഒന്നിച്ചു പോരില്ല എന്നാ. അവരുടെ ആരെങ്കിലും ഒരാളെ ക്ഷണിച്ചാൽ അവര് വരാന്ന് പറയണം. ആരെയും ക്ഷണിക്കണ്ടപ്പോന്ന് കുടുംബനാഥൻ പറഞ്ഞു, നമുക്ക് ധനത്തെ ക്ഷണിക്കാം. ധനത്തെ ക്ഷണിച്ചാൽ ഇപ്പൊ നമുക്കുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ മാറുകയും ചെയ്യൂലോ, ഒരു സ്വല്പം ടൈറ്റാപ്പോ. അപ്പൊ കുടുംബത്തിനെ അത് ഐശ്വര്യമായിട്ട് തീരും. ധനത്തെ ക്ഷണിക്കാം ഭാര്യയോട് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, അത് വേണ്ടെന്നാ എനിക്ക് തോന്നണം, വിജയത്തെ ക്ഷണിക്കാം. വിജയം വീട്ടിലേക്ക് കയറി വന്നാൽ
സ്വർണ്ണമൊക്കെ വിജയായില്ലേ, അപ്പോ അതായില്ലേ നല്ലത്. അങ്ങനെ ഭാര്യ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോ ആ വീട്ടിലെ മരുമകള് താരതമ്യേന ചെറുപ്പം, അവള് വീട്ടിലേക്ക് കയറി വന്നു. അപ്പന്റെയും അമ്മയുടെയും വർത്തമാനം അവള് കേൾക്കുന്നുണ്ട്. അങ്ങനെ കേട്ടു നിൽക്കുന്ന മരുമകൾ പറഞ്ഞു, എനിക്ക് തോന്നണത് ധനവും വേണ്ട വിജയവും വേണ്ട, നമുക്ക് സ്നേഹത്തെ ക്ഷണിക്കുന്നതാ നല്ലതെന്നാ എനിക്ക് തോന്നണത്. അമ്മയ്ക്ക് അത് തോന്നി. ഇതിപ്പോ അവള് പറയണു ധനവും വേണ്ട വിജയവും അല്ല നല്ലത്, സ്നേഹത്തെ ക്ഷണിക്കാം എന്നാ അവള് പറയണേ. അവര് ചിന്തിച്ചപ്പോ തോന്നി അവള് പറഞ്ഞാണല്ലോ കൂടുതൽ ശരി. ശരി, കുടുംബനാഥൻ പറഞ്ഞു, നീ ചെന്നിട്ട് സ്നേഹം എന്ന് പറയുന്ന പേരുള്ള ആളെ ഇങ്ങോട്ട് വിളിക്ക്. കുടുംബനാഥ വീണ്ടും പോയി. അങ്ങനെ സ്നേഹത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹം ഭവ്യതയോടുകൂടി വീട്ടിന്റെ ഉള്ളിലേക്ക് പോകുന്നു. ആ പോണ പോക്കിലുണ്ട് മറ്റു രണ്ടുപേരും ഈ ആളെ കൂടെയുണ്ട്. അപ്പൊ കുടുംബനാഥ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുക, അപ്പൊ ഇപ്പൊ തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞേ 3 പേരും ഒന്നിച്ചു വരില്ല എന്ന്, ഇപ്പൊ മറ്റു 2 പേരും കൂടിയുണ്ടല്ലോ. അപ്പൊ സ്നേഹം വക്താവ് പറഞ്ഞു, എന്നെ നിങ്ങൾ ക്ഷണിക്കാൻ ഇടവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു 2 പേരും കൂടി വന്നത്. ധനത്തെ നിങ്ങൾ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നെങ്കിൽ മറ്റു 2 പേരും വരില്ലായിരുന്നു. സ്നേഹമാകുന്ന എന്നെ ക്ഷണിച്ചതുകൊണ്ട് ധനവും കുടുംബത്തിലുണ്ടാകും, വിജയവും കുടുംബത്തിലുണ്ടാകും. പക്ഷേ നിങ്ങൾ ധനത്തെയാണ് വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ വിജയം ഉണ്ടാകാൻ വഴിയില്ല, സ്നേഹവും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് സ്നേഹത്തെ ക്ഷണിച്ചാൽ ആ കുടുംബത്തില് ധനം ഉണ്ടാകാം, ആ കുടുംബത്തില് വിജയം ഉണ്ടാകാം, ഐശ്വര്യം ഉണ്ടാകാം. എന്താ ഈ സ്നേഹം എന്ന് പറയുന്നത്? കരുതലും കരുണയോടും കൂടിയുള്ള പ്രവർത്തനമാണ് സ്നേഹം. അതൊരു വികാരത്തിന്റെ തീവ്രതയല്ല. യേശു ഉദ്ദേശിക്കുന്ന സ്നേഹം വൈകാരികമായിട്ടുള്ള ഭാവം എന്നതിനേക്കാൾ വിചാരത്തിന്റേതായിട്ടുള്ള പ്രകടനമാണ് സ്നേഹം. അത് ബുദ്ധിയുടേതായിട്ടുള്ള ചിന്തയുടേതായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ്. അവരുടെ നന്മ, ആത്യന്തികമായിട്ടുള്ള നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് കരുതലോടും കരുണയോടും കൂടി പ്രവർത്തിക്കുന്ന ആ നിഷ്കളങ്കമായിട്ടുള്ള പ്രവർത്തന ശൈലിയാണ് സ്നേഹം. ഈ സ്നേഹം ഏത് ഭവനത്തിലുണ്ടോ, ഈ സ്നേഹം ഏത് സമൂഹത്തിലുണ്ടോ, എവിടെയുണ്ടോ അവിടെ ധനം ഉണ്ടാകും, അവിടെ വിജയം ഉണ്ടാകും, അവിടെ ഐശ്വര്യം ഉണ്ടാകും, അവിടെ എല്ലാം ഉണ്ടാകും. ഇതാണ് സത്യം. ഈ ലോകത്തില് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഏത് വസ്തു ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ഊർജമാണ്, ബലമാണ്. മനുഷ്യൻ ഉപയോഗിക്കുന്ന ഊർജം, ഈ ഒരു തരം ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഉറക്കെ കേൾക്കാൻ ഇടവരുന്നത്. വിദ്യുച്ഛക്തി അത് ഊർജമാണ്, ജലം അത് ഊർജമാണ്, കാറ്റ് അത് ഊർജമാണ്. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ ഇടവരുന്ന ഏതാണ്ട് എല്ലാം തന്നെ ഉപയോഗിക്കും തോറും നഷ്ടപ്പെട്ടു വരുന്ന, കുറഞ്ഞു വരുന്ന ഊർജങ്ങളാണ്. എന്തുമാത്രം നാം ഉപയോഗിക്കുന്നുവോ അത്ര കണ്ട് ആ ഉപയോഗിക്കുന്ന ഊർജം കുറഞ്ഞു കുറഞ്ഞു വരും, അതിന്റെ സ്രോതസ് വറ്റിക്കൊണ്ടിരിക്കും. എന്നാൽ സ്നേഹമാകുന്ന ഊർജം അത് ഉപയോഗിക്കും തോറും അത് പകുത്തു നൽകുകയല്ല, അത് ഗുണിച്ചു നൽകുകയാണ്, അത് ഇരട്ടിക്കുകയാണ്. ഊർജം ഉപയോഗിക്കും തോറും, പ്രവർത്തന നിരതമാകും തോറും, സ്നേഹമാകുന്ന ഊർജം പ്രവർത്തന നിരതമാകും തോറും അത് വർദ്ധിക്കുന്നതായിട്ട് കാണാം. ഈ വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലും അതിന്റെ സാന്നിധ്യത്തിലാണ് തമ്പുരാന്റെ ദൈവികതയുടെ പ്രകാശനം ഉണ്ടാകുന്നത്. ആ ദൈവികത അനുഭവിക്കാൻ ഇടവരിക എന്ന് പറയുന്നത് കരുതലും കരുണയുമുള്ള നിഷ്കളങ്കമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ദൈവികതയുടെ ആവിഷ്കാരം ഉണ്ടാവുള്ളൂ. ഈ ഒരു സത്യമാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവികത കാണാൻ വേണ്ടി അത്ഭുതങ്ങള് തേടിപ്പോവുക അതല്ല തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ദൈവികത കാണാൻ വേണ്ടിയിട്ട് വളരെ വിദൂരങ്ങളിലേക്ക് പോകുക എന്നുള്ളതല്ല. ദൈവികത അനുഭവപ്പെടണം എന്ന് വരികില് കരുണയും കരുതലുമുള്ള സ്നേഹം, ആ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിർമ്മലമായിട്ടുള്ള പ്രവർത്തനം, അത് ഒരു തരത്തിലും പറഞ്ഞാൽ നിക്ഷിപ്ത താല്പര്യം ലക്ഷ്യം വെക്കാതെ കളങ്കരഹിതമായിട്ടുള്ള പ്രവർത്തനം, മറ്റുള്ളവരുടെ നന്മ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തന ശൈലി എവിടെ ഉണ്ടാകുന്നുവോ
അവിടെ ദൈവികത അനുഭവപ്പെടും. ഇത് മനസ്സിലാക്കിയ ഒരു കവിയാണ് പറഞ്ഞത്, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ദൈവം മനുഷ്യനിൽ ജനിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ കരുതലോടുകൂടെ, കാരുണ്യത്തോടുകൂടെ, ഹൃദയ നൈർമല്യത്തോടുകൂടെ ഇടപെടുന്ന അവസരത്തില് ആ മനുഷ്യനിൽ ദൈവം ജനിക്കുന്നു എന്ന ആ കവി പാടിയത്. പക്ഷേ മനുഷ്യൻ മനുഷ്യനെ വെറുക്കുമ്പോ ജനിച്ച ദൈവം മരിക്കാനിടവരുന്നു. ദൈവം മരിക്കുന്നു ആ മനുഷ്യനെ. ഈ ഒരു സത്യത്തിന്റെ ആവിഷ്കാരം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു സുവിശേഷ ഭാഗമായിട്ട് ഇതിനു മുമ്പ് നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. ഇന്ന് ധ്യാനിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു ചിന്തയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ദൈവികത ആരെങ്കിലും അനുഭവിക്കാൻ ഇടവരണം ആഗ്രഹമുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള കരുതലും കാരുണ്യവും അതിന്റെ ഹൃദയ നൈർമല്യത്തോടു കൂടി ഇത് പ്രകാശിതമാകുമ്പോ അവിടെ അനുഭവപ്പെടുന്നതാണ് ദൈവികത. ശ്രദ്ധിക്കാൻ നമുക്ക് അനുഭവിക്കാൻ.